ഹായ് ഹലോ വെൽക്കം ടു പേപ്പർ ഫ്ലവർ ഗാർഡൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് എൻ്റെ കയ്യിലുള്ള ഹൈബ്രിഡ് ഇനമായ ഫയറോപ്പാൽ ഓറഞ്ച് എന്ന വെറൈറ്റിയാണ്. ഇലകളാലും പൂക്കളാലും ഭംഗിയുയർത്തുന്ന ഈ വെറൈറ്റി ഏവർക്കും പ്രിയങ്കരമാണ്. തീ കത്തി നിൽക്കുന്ന പോലെയുള്ള കളറാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിനുള്ളതിൻ്റെ. ഇതിൻ്റെ ലീഫോ അതിലേറെ ഭംഗിയുമാണ്. ലീഫും ഫ്ലവേഴ്സും കൂടിയ ഈ ഒരു ഇനം നമ്മുടെ ഗാർഡനിൽ ഉള്ളത് അത്രത്തോളം ഭംഗിയാണ് നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ കളേഴ്സ് കൊണ്ട് നമ്മുടെ ഗാർഡൻ തന്നെ നല്ല രീതിയിൽ മനോഹരമാകും. ഹാങ്ങിങ്ങിനും ഇത് ബെസ്റ്റാണ്. ഹാങ്ങിങ്ങിൽ ബുഷായി തന്നെ നമുക്ക് ഇത് പോട്ടിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് 12 ഇഞ്ചിൻ്റെ പോട്ടിലാണ്. ഇതിൻ്റെ സ്റ്റെമ്മ് തൂങ്ങി നിൽക്കുന്ന സ്റ്റെമ്മാണ്. കട്ടി കുറവായിരിക്കും. കാരണം ഹൈബ്രിഡ് ഇനങ്ങൾ മിക്കതും അങ്ങനത്തെ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുന്നത് ഹൈബ്രിഡ് ഇനങ്ങളിൽ പല രീതിയിലുള്ള പേരുകളും വെറൈറ്റികളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായി കളക്ട് ചെയ്തത് ഫയറോപ്പാൽ ഓറഞ്ച് എന്ന ഈ വെറൈറ്റിയാണ്. എനിക്ക് അത്രത്തോളം പ്രിയമാണിത്. ഇതിൻ്റെ സ്റ്റെമ്മ് പിടിപ്പിക്കാൻ കുറച്ചൊന്ന് റിസ്ക് ഉണ്ട്. കാരണം ഹൈബ്രിഡ് ഇനങ്ങൾ നാടൻ വെറൈറ്റീസിൻ്റെ പോലെ അത്ര പെട്ടെന്നൊന്നും പിടിച്ചു കിട്ടത്തില്ല. എന്നാലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ കിളിർത്ത് കിട്ടും. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഹൈബ്രിഡ് വെറൈറ്റീസ് എങ്ങനെ പെട്ടെന്ന് കിളിപ്പിക്കാം. 2-3 തരത്തിൽ ഇതിനെ നമുക്ക് കിളിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇത് ഞാൻ ഹാങ് ചെയ്തിരിക്കുന്നത് ഫാമിലി പ്ലാസ്റ്റിക് പോട്ടിലാണ്. നല്ല കട്ടിയുള്ള നല്ല പ്ലാസ്റ്റിക് പോട്ടാണ്. ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്ലവർ തരും. ഇത് കണ്ടോ, ഞാനിപ്പോൾ 12 ഇഞ്ചിൻ്റെ പോട്ടിൽ തന്നെ എന്ത് രീതിയിലാണ് ഇത് ബുഷായിട്ട് ഇരിക്കുന്നത്. ഇത് ഞാൻ ഒരു 4 മാസം പ്രായമുള്ള എൻ്റെ ചെടിയാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് വേറെയുണ്ട്. അത് ഫ്ലവേഴ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് വേണ്ടി ഞാൻ പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.